ക്കുന്നില്ല. കാൻ തേച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ? പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നല്ലേ അല്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചൊല്ലി, എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാൻ തേച്ചിനോട് ഞാൻ പറഞ്ഞു. കാസർഗോഡ് 21 വയസ്സുള്ള ഒരു യുവതിയെ ഭർത്താവ് വാട്സപ്പ് വഴി വോയിസ് ചാറ്റ് നടത്തി മുത്തലാഖ് ചൊല്ലിയിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ പിതാവിനാണ് ഈ സന്ദേശം അയച്ചേക്കുന്നത്. ഇവനൊക്കെ ഏത് യുഗത്തിൽ ജനിച്ചവനാണെന്ന് അറിയാൻ പറ്റുകയില്ല. അത് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ മുത്തലാഖ് നിയമമൊക്കെ നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും അവന് ആ പഴയ നിയമവും വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇവനൊന്നും താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഈ പാവം സ്ത്രീയുടെ ജീവിതം നശിപ്പിക്കുന്നത്? അവനിപ്പം ഗൾഫിലാണ്. ഗൾഫിൽ നിന്നുകൊണ്ടാണ് അവൻ ഈ മുത്തലാഖ് ചൊല്ലിയേക്കുന്നത്. അങ്ങനെ ഒരു നിയമം ഇപ്പോൾ ഉണ്ടോ? അത് പണ്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു കളഞ്ഞിട്ട് വർഷങ്ങളായി. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന നിയമമല്ല. നിങ്ങൾ മുത്തലാഖ് ചൊല്ലി ഒരു സ്ത്രീയെ വേറെ കല്യാണം കഴിച്ചു, 4 ദിവസം കഴിയുമ്പം വീണ്ടും മുത്തലാഖ് ചൊല്ലി അങ്ങനെ ഉള്ള പെൺപിള്ളേരുടെ മുഴുവൻ ജീവിതം നശിപ്പിക്കാമെന്നുള്ള ഒരു നിയമം അനുവദിക്കേണ്ട കാര്യമുള്ളതല്ല. അത് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ ആ നിയമത്തിനെ എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവൻ്റെ ആ പഴയ നിയമവും വെച്ചുകൊണ്ട് മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കിയേക്കുന്നെന്ന് ഒരു കൂസലും ഇല്ലാതെയാണ് പറയുന്നത്. ഇവന് ഈ പെൺകുട്ടിക്ക് 21 വയസ്സ്. അപ്പോൾ ഇവന് ഏകദേശം ഒരു 30 വയസ്സിന് താഴെയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഈ തലമുറ ഒട്ടും ബുദ്ധി വികസിച്ചിട്ടില്ലെന്ന് പറയുന്നത് വളരെ നാണം കെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. അല്ല, ഇവന് ഏത് യുഗത്തിലാണ് ജനിച്ചേക്കുന്നത്? ഈ ഇത്രയും പ്രായം ചെറുപ്പക്കാരന് ഈ വാർത്തകളൊന്നും ഇവൻ അറിയത്തില്ലേ? ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇതുപോലുള്ള ഈ മാരണത്തിനെയൊക്കെ തലയിൽ വെച്ച് കയറ്റിക്കൊണ്ട് നടക്കുന്നതിനും ഭേദം ഇവനെ ഒന്നും കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ്. ഇവൻ്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ജീവിതകാലം മുഴുവനും അടിമയായിട്ട് ജീവിക്കുന്നതിലും അതിൻ്റെ കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നെന്നാണ് പറയുന്നത്. ഒരു മുറിയിൽ അടച്ചിടും, ഭക്ഷണം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ്. ഈ പെൺകുട്ടി എന്തിനാണ് പിന്നെ ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളെ വെച്ച് നോക്കിയിട്ട് ആ പെൺകുട്ടി എന്തായാലും അതിൻ്റെ ഉപ്പായുടെ അടുത്ത് പറഞ്ഞു. ഉപ്പ ആ പെൺകുട്ടിയുടെ പ്രയാസം മനസ്സിലാക്കി അദ്ദേഹം കേസുമായിട്ട് മുമ്പോട്ട് പോയി. ഈയിടെയൊക്കെ കാണുന്നത് കാസർഗോഡ് മലപ്പുറം ഒക്കെ ഭാഗത്ത് കണ്ടേക്കുന്ന ഇതുപോലെ നിറത്തിൻ്റെ പേരിൽ ജോലിയില്ല, സൗന്ദര്യമില്ല എന്നൊക്കെ പേരിൽ ഭർത്താവ് പീഡിപ്പിച്ചപ്പോൾ, വീട്ടുകാർ പീഡിപ്പിച്ചപ്പോൾ ആ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തേക്കുവാണ്. അതും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള പെൺകുട്ടികൾ. ഷഹാന മുംതാസ് ആ പെൺകുട്ടിയുടെയൊക്കെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഏതായാലും അത് വെച്ച് നോക്കുമ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ പെൺകുട്ടി എടുത്തേക്കുന്നത്. അവൾ അതൊന്നും ചെയ്യാതെ അവളുടെ ഉപ്പാടെ അടുത്ത് വീട്ടിൽ വന്നു വിവരം പറഞ്ഞു. മക്കളെ എന്തായാലും മാതാപിതാക്കൾ തള്ളിക്കളയില്ല. അവരുടെ ഒപ്പം തന്നെ ആ രക്ഷകർത്താക്കൾ കൂടെ നിന്ന് കേസുമായിട്ട് മുമ്പോട്ട് പോയേക്കുവാണ്. ആ പിതാവിൻ്റെ ഏതായാലും ആ നിലപാട് വളരെയധികം അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുടേതും. ഇവൻ്റെ കൂട്ടത്തിൽ ജീവിക്കേണ്ട കാര്യം തന്നെയില്ല. 21 വയസ്സേ ഉള്ളൂ ആ മോൾക്ക്. 18 വയസ്സിന് ഒക്കെ ആയപ്പം കല്യാണം കഴിച്ചതാണെന്നാണ് തോന്നുന്നത്. അധികം നാളൊന്നും ആയിട്ടില്ല. മാതാപിതാക്കൾ ഓർക്കും. ഇപ്പം മുസ്ലിം സമുദായത്തിൽ കൂടുതലും നേരത്തെ ചെറുപ്പത്തിലെ വിവാഹം കഴിക്കും. നേരത്തെയൊക്കെ 15 വയസ്സൊക്കെ ആകുമ്പം പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വിടുമായിരുന്നു. ഇപ്പോൾ ആ നിയമം ഇല്ലാത്തത് കൊണ്ട് 18 വയസ്സ്, അതും 17 വയസ്സാകുമ്പോഴത്തേനും ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. 18 വയസ്സാകുമ്പോഴത്തേക്കിന് കല്യാണം കഴിക്കാൻ. നിങ്ങൾക്ക് മക്കൾ അത്ര ബാധ്യതയാണോ? ഒരിക്കലും ഇങ്ങനെ ബാധ്യതയാണെന്നും കരുതി പെട്ടെന്ന് തങ്ങളുടെ ഉത്തരവാദിത്വം തീർത്ത് അവരെ കെട്ടിച്ചു വിടാമെന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ മക്കൾ വരുന്നത്. അവർക്ക് ആ വേണ്ടുന്ന ഒരു വിവരവും വിദ്യാഭ്യാസവും ഒക്കെ കൊടുക്കുമായിരുന്നെങ്കിൽ അവർ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിന്നേനെ. അവർക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവൻ്റെ ഒന്നും കൂട്ടത്തിൽ കഴിയേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റയ്ക്കാണെങ്കിലും ജീവിക്കാം, സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ. ഇതിപ്പം അതൊന്നും ഇല്ലാതെ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരു ഗതിയിലേക്കാണ് വന്നേക്കുന്നത്. ഇപ്പോൾ മാതാപിതാക്കൾക്ക് അത് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ കുട്ടിയുടെ ഇപ്പോൾ ഒരു ആങ്ങള ഉണ്ടെങ്കിൽ, പൊതുവേ പറഞ്ഞ കേട്ടോ, എല്ലാവരുടെയും കാര്യം അറിയത്തില്ല, എന്നാലും നമ്മൾ ഒരു മിക്ക ആൾക്കാരുടെയും സാഹചര്യം വെച്ച് പറയുകയാണ്. കാരണം ഒരുപാട് ചിലവുകളാണ്. ഇപ്പോൾ ആ പെൺകുട്ടി വന്ന് നിൽക്കുമ്പോൾ ഈ ആങ്ങളെ കല്യാണം കഴിച്ചു, അവരുടെ ഭാര്യയുണ്ട്, മക്കളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി വേറൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടുകയില്ല. കുറച്ച് നാളൊക്കെ, ഒരു കൊല്ലമൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകും. അതും വളരെ ചുരുക്കമാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പം അവിടെ ഇവിടെ ഓരോ ചെറിയ വഴക്കായി ബഹളങ്ങളായി അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അന്നേരം അത് ഓർത്തിട്ട് കാര്യമില്ല. അതിനാണ് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ ഒരു
വീടെടുത്ത് വാടകയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് മാറി നിന്ന് ഈ ജോലി കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകാവുന്നത്. അപ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ അറിയാൻ പറ്റുന്നത് ആ ജോലി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ പയ്യന് ഇവന് തലാക്ക് ചൊല്ലി അതുകൊണ്ട് നീ കേട്ടില്ലേ നിൻ്റെ ഉപ്പാടെ ഫോണിൽ ഞാൻ അയച്ചേക്കുന്നത്, നിനക്ക് പറഞ്ഞാലെന്താ മനസ്സിലാകില്ലേ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. ഈ പെൺകുട്ടി ഒരു കണക്കിന് രക്ഷപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഇവൻ്റെ കൂട്ടത്തിൽ ജീവിച്ചാൽ ചിലപ്പോൾ മുമ്പോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അധികം പഴക്കം കാണേണ്ടി വരികയില്ല, ആത്മഹത്യയിലേക്ക് തന്നെയാണ് പോകേണ്ടി വരുന്നത്. ഈ നിയമങ്ങളൊക്കെ എടുത്തു മാറ്റിയെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് തലാക്ക് ചൊല്ലി എന്ന് കുഞ്ഞു പിള്ളേരോട് പറയുന്ന പോലെ പറഞ്ഞു കേൾപ്പിച്ചേക്കുന്നത്. എന്തായാലും കേസുമായിട്ട് കുടുംബം മുമ്പോട്ട് പോകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കാസർഗോഡാണ് ഈ സംഭവം നടന്നേക്കുന്നത്. വെറും 21 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ കൊടുക്കുക തന്നെ ചെയ്യണം. ആ വിദ്യാഭ്യാസം ഇനിയുള്ള കാലം മുഴുവനും ഒരു ജോലിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. സാധനങ്ങളുടെയൊക്കെ ഓരോ വില 500 രൂപയും കൊണ്ട് ഒരു കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, തിരിച്ച് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് ഒരു ചെറിയ എന്തെങ്കിലും ഒരു കൂട്ടം 2 3 കൂട്ടം ചെറിയ സാധനം വാങ്ങുമ്പോൾ തന്നെ 500 രൂപ തീർന്നു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് പൈസ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജോലി വളരെ അത്യാവശ്യമാണ്. എന്തായാലും ഈ യുവതിയെ പഠിച്ച് ഈ കഴിഞ്ഞു പോയ പ്രശ്നങ്ങളൊക്കെ മറന്ന് ഇവനെ ഡിവോഴ്സായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലിയൊക്കെ മേടിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ജീവിച്ച് കാണിക്കുക തന്നെ ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ ഇങ്ങനെ കാണിച്ച ഇവനെ വെറുതെ വിടരുത് നിയമത്തിൻ്റെ മുമ്പിൽ.